ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനു സൂരജ്. ആദ്യം കാണാം പ്രധാന വാർത്താ തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂരിൽ 5 പാക് യുദ്ധവിമാനങ്ങൾ തകർത്തു. സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ശക്തമെന്നും എയർ ഫീൽഡ് മാർഷൽ AP സിംഗ്. ജമ്മുകശ്മീരിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ അഖൽ ഊർജിതം. ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ നീക്കം 9ാം ദിനം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പുല്ലുവില കൽപ്പിച്ച വകുപ്പുകൾ. പിണറായി പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളുന്നു. തീർപ്പാക്കിയത് 30% ഫയലുകൾ മാത്രം. ഈ മാസം 60% കൂടി പരിഹരിക്കണമെന്ന് സർക്കാർ അന്ത്യശാസനം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളി ടിക്കാറാം മീണ. ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാനും ബാധ്യത. ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ സമയം അനുവദിക്കാറുണ്ടെന്നും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജനം എക്സ്ക്ലൂസീവ്. സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിൽ പ്രതികളെ വീണ്ടും ന്യായീകരിച്ചു CPM. നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് KK രാഗേഷ്. കോടതിക്ക് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി. മെസ്സിയുടെ വരവിൽ സർക്കാർ നുണകൾ പൊളിയുന്നു. കരാർ ലംഘനം നടത്തിയത് സംസ്ഥാന സർക്കാരെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരള സർക്കാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും വെളിപ്പെടുത്തൽ. MV ഗോവിന്ദൻ ജോത്സ്യനെ കണ്ടതിനെ ന്യായീകരിച്ച് P ജയരാജൻ. സംസ്ഥാന സമിതിയിൽ വിമർശനം ഉണ്ടായിട്ടില്ല. ജോത്സ്യനെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് AK ബാലൻ. നേതാക്കൾക്ക് ജോത്സ്യന്മാരുമായി നല്ല ബന്ധം. ഡോക്ടർ ഹാരിസിന് മുൻപിൽ മുട്ടുമടക്കി സർക്കാർ. കടുത്ത നടപടിയില്ലെന്ന് ആരോഗ്യവകുപ്പ്. സൂപ്രണ്ട് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം. ഡോക്ടറെ മനഃപൂർവ്വം കൊടുക്കാനെന്ന് KGMCTA. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് കുരുക്ക് മുറുകുന്നു. സാക്ഷിമൊഴികൾ വേടനെതിരെയെന്ന സൂചന. മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും വീണ്ടെടുക്കാനാകാതെ പോലീസ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് യുദ്ധവിമാനങ്ങളും 1 നിരീക്ഷണ വിമാനവും തകർത്തെന്ന് സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി AP സിംഗ്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരണം. ബംഗളൂരുവിൽ ഭാരതത്തിന്റെ മുൻ വ്യോമസേനാ മേധാവി ലക്ഷ്മൺ മാധവ് കത്രയുടെ 16ാമത് സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ലോകത്തിന് ഭാരതത്തിന്റെ കരുത്ത് തിരിച്ചറിയാനായെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, വലിയ വെളിപ്പെടുത്തൽ നിർണായകവും. വിവരങ്ങൾ ആദ്യം. അനു, ഇത് ആദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. ഇന്നിപ്പോൾ വ്യോമസേനാ മേധാവി AP സിംഗ് നടത്തിയ പ്രസ്താവന 5 പാക് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 5 പാകിസ്ഥാന്റെ വ്യോമസേന ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ട സാഹചര്യത്തിൽ അവരുടെ പൈലറ്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഹാങ്ങറുകളിൽ കിടന്ന, വ്യോമതാവളങ്ങളിലെ ഹാങ്ങറുകളിൽ കിടന്ന വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം. അത് എത്ര എണ്ണം വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ജാക്കോബാബാദിൽ ഹാങ്ങറിൽ ഉണ്ടായിരുന്ന F-16 വിമാനം
തകർന്നു എന്നുള്ള കാര്യം അത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. S-400 വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭോളാരി എയർബേസിലെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനെ സമ്പൂർണമായ തിരിച്ചടി ഈ വിഷയത്തിൽ നൽകി വ്യോമസേന എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ത്യയുടേതടക്കം ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യവുമായി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയം മുതൽ രാഹുൽ ഗാന്ധി രംഗത്തുണ്ടായിരുന്നു. അതേ രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള മറുപടിയാണ് AP സിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നഷ്ടമായത് ഇന്ത്യക്കല്ല, മറിച്ച് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് വിമാനങ്ങൾ നഷ്ടമായിട്ടുള്ളത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ AP സിംഗ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നത് വിമാനങ്ങൾ തകർന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ. പക്ഷേ മനസ്സിലാക്കേണ്ടത് അവർക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ AP സിംഗ് നൽകിയത്. പാകിസ്ഥാന്റെ 5 വിമാനങ്ങൾ ഇന്ത്യൻ S-400 ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ളത്. അവരുടെ ജാക്കോബാബാദിലെ ഹാങ്കറിലുണ്ടായിരുന്ന ഒരു F-16, അത് അമേരിക്കയുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. അത് ഇന്ത്യ തകർത്തിട്ടുണ്ട്. അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം, ബോളാരി എയർബേസിലെ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാദ്യമായി ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നു. ഇന്ത്യയുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നും വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്നുണ്ട്. അതായത് തലയുയർത്തി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം തുടങ്ങിയതും അതിന് അവസാനം കുറിച്ചതും എന്ന് വ്യക്തം. ശ്രീകാന്ത്, ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അത് തകർത്തത് എപ്രകാരമാണ് എന്ന് അദ്ദേഹം ഇന്ന് വിശദീകരിക്കേണ്ടായി. അതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എപ്രകാരമാണോ സംയുക്ത സേനാ സമ്മേളനത്തിൽ അടക്കം ഈ ചിത്രങ്ങൾ സഹിതം വിശദീകരിച്ചത്, അപ്രകാരം തന്നെയാണ് ഇന്ന് അദ്ദേഹവും ഈ പരിപാടിയിൽ അദ്ദേഹവും വിശദീകരണം നടത്തിയത്. ഈ പ്രത്യേകിച്ച് ബഹാവൽപൂരിലെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അത് മുൻപ് എപ്രകാരമായിരുന്നു, ശേഷം എപ്രകാരമായിരുന്നു എന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അദ്ദേഹം ബംഗളൂരുവിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കവേ ഈ തെളിവ് സഹിതമാണ് ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങളാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ. 9 ഭീകര കേന്ദ്രങ്ങളിലും കനത്ത നാശം വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് അന്ന് വ്യോമസേന അവകാശപ്പെട്ടിരുന്നത്. മാത്രമല്ല അവരതിന്റെ സാറ്റലൈറ്റ് ഇമേജുകളും കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹാവൽപൂർ എന്ന് പറയുന്നത്. അത് ജെയ്ഷയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല, അവരുടെ ടെററിസ്റ്റ് ബഡ്ഡിംഗ് ഏരിയ എന്ന് പറയാവുന്ന ക്യാമ്പ്. ആ സ്ഥലത്ത് ശക്തമായ ആക്രമണം നടത്തി ഈ ജെയ്ഷെ തലവന്റെ കുടുംബാംഗങ്ങളെ അടക്കം വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം എത്ര വലിയ മാരകമായ പ്രഹരശേഷി ആക്രമണത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പൗരന്മാരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും മടങ്ങിയെത്താം. കേണൽ ഡിനി, പ്രതിരോധ വിദഗ്ധൻ ശ്രീ കേണൽ ഡിനി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേണൽ ഡിനി, ഇന്ന് വ്യോമസേന മേധാവി ഈ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ ആദ്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയം. ഇന്നത്തെ വെളിപ്പെടുത്തൽ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും. നോക്കൂ, ഇന്നിപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് അദ്ദേഹം പറഞ്ഞത് എത്ര പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തു, എത്ര പൈലറ്റുമാർ അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അതുകൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വിഷമമുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇത് എടുത്ത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കാരണം ഒരു സൈന്യം ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്, ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ലോകം മൊത്തം കണ്ടതാണ്. നമ്മൾ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് പല റിപ്പോർട്ട്സും പാകിസ്ഥാനിൽ നിന്ന് വന്നത് അവിടുത്തെ എയർബേസ് തകർന്നു കിടക്കുന്നതും അവിടുത്തെ റൺവേ എല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ മീഡിയ, സോഷ്യൽ മീഡിയ, ലോകത്തെ മീഡിയ വഴി നമ്മളെല്ലാം കണ്ടു. പക്ഷെ എന്നിരുന്നാലും പലരും പല രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇവിടെ നിന്ന് അതിന് എന്താണ്, എത്ര വിമാനങ്ങൾ നമ്മളെ തകർന്നു എന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ് നടന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഇന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് മുകളിൽ എയർഫോഴ്സിൽ ആരുമില്ല.
അപ്പോൾ ആ പറയുന്ന വ്യക്തി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു വ്യക്തിയല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത്. 6 എയർഫോഴ്സിന്റെ പ്ലെയിൻസ് തകർത്തിട്ടുണ്ട്. അതിനകത്ത് 5 ഫൈറ്റർ പ്ലെയിൻസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് പൈലറ്റ്സ് ഡെഫിനറ്റ്ലി പൈലറ്റ്സിനും പറ്റിയിട്ടുണ്ട് കാഷ്വാലിറ്റീസ്. അപ്പൊ ആ രീതിയിൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് അത് പുറത്തുവിടുമ്പം തീർച്ചയായിട്ടും അതിനൊരു മെസ്സേജിംഗ് ആണ്, ഒരു സ്ട്രാറ്റജിക് മെസ്സേജിംഗ് ആണ്. ഇന്ത്യക്ക് ഉള്ളിലുള്ള ആളുകൾക്കും ലോകത്തുള്ള ആളുകൾക്കും നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ capability എന്താണെന്നും ഇന്ത്യൻ എയർഫോഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട് എയർ ചീഫ് മാർഷൽ അത് തുറന്ന് രാജ്യത്തിന് മുന്നിൽ പറയുന്നത്. കാരണം നമ്മളൊരു ഓപ്പറേഷൻ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് പല തന്ത്രങ്ങളുണ്ട്, പല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കൊന്ന് ഇന്നത്തെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എയർ ചീഫ് മാർഷൽ അത് പുറത്തു വന്നത്. അത് ഇത് കേട്ടിട്ടെങ്കിലും ഇനി നമ്മളെ ആളുകൾ നമ്മളെ പ്ലെയിൻ എത്ര വീണു, നമ്മളെ പ്ലെയിൻ എത്ര വീണു എന്ന് ചോദിക്കുന്ന അത് നിർത്തണം എന്നുമാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായും ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഖേദകരമാണ് ഇത് വിശദീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. എന്നിരിക്കലും ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് മുൻപിൽ തെളിഞ്ഞതാണ്. ഇനി ഈ പാക് പൈലറ്റുമാർ കൊല്ലപ്പെടേണ്ട സാഹചര്യം എപ്രകാരം ഉണ്ടായി? ഈ സംഘടിതമായ ഒരു ആക്രമണം, ഈ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ അതിനെതിരെ ഒരു രാജ്യം, പാകിസ്ഥാൻ എന്ന രാജ്യം ഭാരതത്തെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ പ്രതിരോധിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. നോക്കൂ, ഇതിനകത്ത് നമ്മള് എയർഫോഴ്സിന്റെ DGMO അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരൊറ്റ പൈലറ്റുമാർക്കും കാഷ്വാലിറ്റി ഇല്ല, നമ്മളെല്ലാ പൈലറ്റും തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്ത കാര്യമാണ്. അപ്പൊ അത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അവിടെ എന്താ നടന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഇത്രയും ബോംബിംഗ് ചെയ്ത ഒരു എയർഫോഴ്സിൽ, അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ മുകളിൽ ഇത്ര ബോംബിംഗ് ചെയ്തിട്ട് അവിടെ കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അവിടുത്തെ അസറ്റ്സിന് തകരാറുണ്ടാവും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് തകരാറുണ്ടാവും, അവിടുത്തെ എയർക്രാഫ്റ്റിന് തകരാറുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് ലോകത്ത് തന്നെ ഇന്ന് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു 23-22 മിനിറ്റ് കൊണ്ട് ഇത്രയും ബേസുകളിൽ തകർക്കാൻ പറ്റി എന്നുള്ളത് വളരെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് നമ്മുടെ ഭാരതത്തിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ട് നയിക്കാൻ വേണ്ടി നമുക്ക് എത്ര എയർക്രാഫ്റ്റ് തകർന്നു, നമുക്ക് എന്തൊക്കെ നഷ്ടം നടന്നു, ഇത് നിരന്തരം ചോദിക്കുന്നത് വേറെ ആരുടെയൊക്കെ അജണ്ട മുന്നോട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അതിനെയൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയിൽ വേണം ഇന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് വന്ന് കൃത്യമായിട്ടുള്ള ഡാറ്റ കൊടുത്ത് കൃത്യമായിട്ടുള്ള ഫോട്ടോ സഹിതം അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മുകളിൽ ഇനി ആരും എയർഫോഴ്സിനെ കൺഫേം ചെയ്യാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും കേൾക്കുമ്പോൾ. അതായത് ഇങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളത്. കാരണം ഭാരത സൈന്യത്തെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെ വലിയ രീതിയിൽ പറയുന്ന ഒരു സ്വഭാവമില്ല. കാരണം അതൊരു ശരിയായ രീതിയല്ല. അത് ചെയ്യും, അവരുടെ ആ റിസൾട്ട് കിട്ടിയോ ഇല്ലെന്നുള്ളത് മാത്രമാണ്. എന്ത് ടാസ്ക് ആണ് രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, അത് നേടിയോ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെ ചെയ്യണം, എപ്പം ചെയ്യണം, ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആ സൈന്യമാണ് തീരുമാനിക്കുക. അത് അതിന്റെ എക്സ്പ്ലനേഷനും വലുതായിട്ടൊന്നും നമ്മൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ രീതിയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങനെ വലിയ രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയല്ല. അപ്പൊ അതെല്ലാം കൊണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഈ ഇങ്ങനത്തെ ഓപ്പറേഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് അഭിമാനം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി കേണൽ ഡിനി പ്രതികരിച്ചതിന്. നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഭാരതത്തിന്റെ വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തതായാണ് വ്യോമസേന മേധാവി AP സിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വന്നത്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകാന്തിലേക്ക് വീണ്ടും എത്തുന്നു. ശ്രീകാന്ത്, S-400 ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അനു, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറെ അധികം വാർത്തകൾ കൂടി നമുക്കിപ്പോൾ പുറത്തു കിട്ടുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിനെ തള്ളി, പരോക്ഷമായി തള്ളി വ്യോമസേനാ മേധാവി AP സിംഗ് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: യുദ്ധം തുടങ്ങി 80 മുതൽ 90 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന് മേൽ പ്രകടമായ മേൽക്കൈ തങ്ങൾക്ക് നേടാനായി എന്നുള്ളതാണ് AP സിംഗ് വ്യക്തമാക്കുന്നത്. ആക്രമണം വീണ്ടും തുടർന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. തുടർന്ന് DGMO, നമ്മുടെ ഭാഗത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഉണ്ട്, DGMOയെ ബന്ധപ്പെട്ടു. തുടർന്ന് അവരാവശ്യപ്പെട്ട പ്രകാരം യുദ്ധം നിർത്തിവെക്കാൻ, ഈ സംഘർഷം നിർത്തിവെക്കാൻ, ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്നാണ് AP സിംഗ് പറയുന്നത്. അതായത് ലോകത്താകമാനം എന്ത് സംഭവം നടന്നാലും അത് താൻ വഴിയാണ് പരിഹരിക്കപ്പെട്ടത് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന രീതി ഡൊണാൾഡ് ട്രംപ് തുടർന്നു പോരുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിലും ആ രീതിയാണ് ഡൊണാൾഡ് ട്രംപ് അവലംബിച്ചത്. എന്നാൽ ഇതാ രാജ്യത്തിന്റെ വ്യോമസേനാ മേധാവി ഇന്ന് ബംഗളൂരുവിൽ AP സിംഗ് ഇതാ പറയുന്നു, ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷമായി തള്ളിക്കൊണ്ട് പറഞ്ഞത്, തങ്ങൾ യുദ്ധം തുടങ്ങി 80-90 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ പാകിസ്ഥാന് പ്രകടമായ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് സാധിച്ചു. യുദ്ധം വീണ്ടും മുന്നോട്ട് പോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് ഈ DGMOയെ ബന്ധപ്പെട്ട് യുദ്ധം നിർത്തിവെക്കാൻ അവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഉണ്ടയില്ല വെടിപൊട്ടിക്കൽ ആയിരുന്നു അദ്ദേഹം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ സൈന്യം, നമ്മുടെ വ്യോമസേനാ മേധാവി തന്നെ വ്യക്തമാക്കുന്നു, ഇനിയൊരു ചർച്ച അക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും അക്കാര്യത്തെ അവിശ്വസിക്കുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ സംഘത്തിനും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒക്കെ തന്നെ വ്യോമസേനാ മേധാവിയെ അവിശ്വസിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഒരു പൗരനും വ്യോമസേനാ മേധാവിയെ ഇതിനപ്പുറം ഇനി അവിശ്വസിക്കാൻ ധൈര്യപ്പെടില്ല, തുനിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ബലാക്കോട്ടിൽ തങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ തങ്ങൾക്ക് അവിടെ നിന്നും തെളിവുകളുമായി തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്നത്തെ ആ ഒരു വിഷമ സാഹചര്യത്തിന് ഇന്ന് ഞങ്ങൾ പരിഹാരം കണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ എല്ലാ തെളിവുകളും സഹിതമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ആ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ വേണമെങ്കിൽ എന്നാൽ ആ തെളിവുകൾ കൂടി പുറത്തുവിടൂ എന്നാവശ്യപ്പെട്ടേക്കാം. ആ രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈയിടെയായുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ ബോധ്യപ്പെടുന്നത്. സൈന്യം അവരുടെ സ്ട്രാറ്റജിക്കായ രഹസ്യങ്ങൾ പുറത്തുവിടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ രാജ്യത്തെ പൗരന്മാരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് പോലെ നിരാശാജനകമായ കാര്യം മറ്റൊന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ സമഗ്രമായ ആധിപത്യം ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടി എന്നുള്ളതാണ് എയർഫോഴ്സ് മേധാവി വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ, അതേക്കുറിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. ശ്രീകാന്ത തുടരുന്നുണ്ട്. ശ്രീകാന്ത, 300 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ആക്രമണം. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരിതല വായു ആക്രമണമാണ് ഇത് എന്നുകൂടി വ്യോമസേനാ മേധാവി പറയുകയുണ്ടായി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ്, സർഫസ് ടു എയർ കിൽ സിസ്റ്റമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയും വലിയ ഭീകരമായ യുദ്ധം നടന്നു എന്നുള്ളത് നമ്മുടെ വ്യോമസേനാ മേധാവി പറയുന്നുണ്ട്. മാത്രമല്ല 300 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ആക്രമണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ പാകിസ്ഥാന്റെ 5 എയർക്രാഫ്റ്റുകൾ തകർത്ത് തരിപ്പണമാക്കിയത് നമ്മുടെ സുദർശൻ ചക്ര ഉപയോഗിച്ചാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അസാമാന്യ മികവ് പ്രകടിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. S-400 ഉപയോഗിച്ച് അസാമാന്യമായ പ്രകടനമാണ് നമ്മുടെ സൈന്യം കാഴ്ചവെച്ചത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ വിമാനങ്ങൾ നിലംപരിശാക്കുന്നതിനൊപ്പം ഭാരതത്തിന്റെ ആകാശ അതിർത്തി ശക്തമാക്കി എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ എടുത്തു പറയേണ്ട, ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ഈ 5 ഫൈറ്റർ ജെറ്റുകളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തതിനൊപ്പം പാക് പൈലറ്റുമാരെ വധിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴും ദുഃഖകരമായ ഒരു സംഭവമുള്ളത്, ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഉന്നയിച്ച ചോദ്യങ്ങൾ സൈന്യത്തെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ പാകിസ്ഥാൻ മുറിവേൽപ്പിച്ചതിനേക്കാൾ, ശാരീരികമായി ഏൽപ്പിച്ച മുറിവിനേക്കാൾ വലിയ മുറിവ് ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ സൈന്യത്തിന് മാനസികമായി ഏൽപ്പിച്ചു എന്ന് പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ അപ്രകാരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ, നമ്മുടെ ജനങ്ങളെ ഈ ഞങ്ങൾ ചെയ്ത പ്രവൃത്തി അത് വീണ്ടും
പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് പോലെ നിരാശാജനകമായ മറ്റൊന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബലാക്കോട്ടിൽ ഞങ്ങളെ പരമാവധി വേട്ടയാടി, പക്ഷേ ഞങ്ങൾക്ക് നൽകാൻ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ തെളിവുമായാണ് തിരിച്ചെത്തിയത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടക്കം ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവാണെന്ന് ഓർക്കണം, ലജ്ജിച്ച് തല താഴ്ത്തണം ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. കാരണം വളഞ്ഞിട്ട് വേട്ടയാടുകയായിരുന്നു നമ്മുടെ സൈന്യത്തെ, വളഞ്ഞിട്ട് വേട്ടയാടുകയായിരുന്നു നമ്മുടെ സൈനികരുടെ ആത്മവീര്യത്തെ, വളഞ്ഞിട്ട് വേട്ടയാടി നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യത്തെ എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ സൈന്യം, നമ്മുടെ വ്യോമസേനാ മേധാവി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അതിമാരക പ്രഹരശേഷിയാണ് പാകിസ്ഥാന് മേൽ നമ്മൾ പ്രയോഗിച്ചത്. പാകിസ്ഥാൻ അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകി. പാകിസ്ഥാന് അവർക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തേക്ക് വലിയ പ്രഹരമാണ് കിട്ടിയത് എന്ന് നമ്മുടെ വ്യോമസേനാ മേധാവി പറയുന്നു. അതിനുമപ്പുറം ഉണ്ടയില്ലാ വെടി പൊട്ടിച്ച, ലോക പോലീസ് ചമഞ്ഞ, ലോക സമാധാനത്തിന്റെ വെള്ളരി പ്രാവാകാൻ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിനും നൽകി പരോക്ഷ മറുപടി. എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിച്ചതെന്ന് ശ്രീകാന്താണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്നാലും വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ അത് തന്നെയാണ് വീണ്ടും വലിയ വാർത്തകളിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ നിലനിർത്തുന്നതും. ഓപ്പറേഷൻ സിന്ദൂറിൽ 5 പാക് യുദ്ധവിമാനങ്ങൾ ഒരു നിരീക്ഷണ സംവിധാനവും ഇപ്രകാരമാണ് തകർത്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടായി. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയിച്ചതും. മാത്രമല്ല പാക് പൈലറ്റുമാരെയും കൊല്ലേണ്ടി വന്നു. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിരോധമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പ്രതിരോധ സംവിധാനം, രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം എത്രത്തോളം കരുത്തുറ്റതാണ്, എത്രത്തോളം ശക്തമാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കിനി ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ 6 പാക് വിമാനങ്ങൾ തകർത്തു. സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ശക്തമെന്നും എയർ ചീഫ് മാർഷൽ AP സിംഗ്. ജമ്മുകശ്മീരിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ അഖൽ ഊർജിതം. ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ നീക്കം 9ാം ദിനം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പുല്ലുവില കൽപ്പിച്ച വകുപ്പുകൾ. പിണറായി പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളുന്നു. തീർപ്പാക്കിയത് 30% ഫയലുകൾ മാത്രം. ഈ മാസം 60% കൂടി പരിഹരിക്കണമെന്ന് സർക്കാർ അന്ത്യശാസനം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളി ടിക്കാറാം മീണ. ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാനും ബാധ്യത. ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ സമയം അനുവദിക്കാറുണ്ടെന്നും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജനം എക്സ്ക്ലൂസീവ്. സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിൽ പ്രതികളെ വീണ്ടും ന്യായീകരിച്ച് CPM. നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് KK രാഗേഷ്. കോടതിക്ക് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി. മെസ്സിയുടെ വരവിൽ സർക്കാർ നുണകൾ പൊളിയുന്നു. കരാർ ലംഘനം നടത്തിയത് സംസ്ഥാന സർക്കാരെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരള സർക്കാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നും വെളിപ്പെടുത്തൽ. MV ഗോവിന്ദൻ ജോൾസിനെ കണ്ടതിനെ ന്യായീകരിച്ച് P ജയരാജൻ. സംസ്ഥാന സമിതിയിൽ വിമർശനം ഉണ്ടായിട്ടില്ല. ജോൾസിനെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് AK ബാലനും. നേതാക്കൾക്ക് ജോത്സ്യന്മാരുമായി നല്ല ബന്ധം. ഡോക്ടർ ഹാരിസിന് മുൻപിൽ മുട്ടുമടക്കി സർക്കാർ. കടുത്ത നടപടിയില്ലെന്ന് ആരോഗ്യവകുപ്പ്. സൂപ്രണ്ട് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം ഡോക്ടറെ മനഃപൂർവ്വം കൊടുക്കാനെന്ന് KGMCTA. ബലാത്സംഗ കേസിൽ റാപ്പർ വേഡിന് കുരുക്ക് മുറുകുന്നു.
സാക്ഷിമൊഴികൾ വേടനെതിരെ എന്ന സൂചന. മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും വീണ്ടെടുക്കാനാകാതെ പോലീസ്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനും പുല്ലുവില നൽകി സർക്കാർ വകുപ്പുകൾ. മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളുകയാണ്. ഇതുവരെ തീർപ്പാക്കാനായത് 30% ഫയലുകൾ മാത്രം. ഈ മാസം 31-നകം 60% ഫയലുകളെങ്കിലും തീർപ്പാക്കണമെന്ന് വകുപ്പുകൾക്ക് സർക്കാർ അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്ക് ചെയ്യാണ് വാർത്ത. രാജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, ഈ വാർത്ത തലക്കെട്ടുകളിൽ വന്നപ്പോൾ നമ്മൾ എഴുതി കാണിച്ചതുപോലെ ഓരോ ഫയലിലും ജീവിതമുണ്ട് സർ എന്ന് പറയേണ്ടി വരുമോ ഓരോ വകുപ്പിനോടും വീണ്ടും വീണ്ടും? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാക്കുകളാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഫയലുകൾ അനാവശ്യമായി വെച്ച് താമസിപ്പിക്കരുത്, ഉടൻ തന്നെ പരിഹരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് അന്ന് നിർദ്ദേശം നൽകിയത്. എന്നാൽ അതൊന്നും നടപ്പാകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പിന്നീട് ഉണ്ടായിരുന്നത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പതിവാകുകയായിരുന്നു. ഇത് പരിഹരിക്കണമെന്ന നിർദ്ദേശം പല തലങ്ങളിൽ നൽകിയെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെട്ടില്ല. ഈ പൊതുജനങ്ങൾ പരാതികളുമായി സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും ഒക്കെ എത്തുമ്പോൾ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തുടരുകയായിരുന്നു. ഇത് 2.5-3 ലക്ഷത്തോളം ഫയലുകൾ ഒരേ സമയം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അതും കടന്ന് 14-15 ലക്ഷത്തേക്കൊക്കെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എത്തുകയായിരുന്നു. ഇതോടെയാണ് ഈ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അടിയന്തരമായി ഫയൽ അദാലത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കണമെന്ന കർശനമായൊരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെയാണ് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഈ മാസം 31 വരെ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയായിരുന്നു. ഈ ഫയൽ അദാലത്തിന് തുടക്കമൊക്കെ നമുക്കറിയാം സെക്രട്ടേറിയറ്റിലേക്ക് ഒഴിവു ദിവസങ്ങളിൽ പോലും സർക്കാർ ജീവനക്കാർ എത്തുന്നു. സംഘടനാ നേതാക്കൾ ഇത് ആഘോഷമാക്കി മാറ്റുന്നു. സംഘടനാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. എത്രയും വേഗം ഫയലുകൾ തീർപ്പാക്കുമെന്നായിരുന്നു ഈ ഇടത് സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഉറപ്പ് നൽകിയത്. എന്നാൽ ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 30% ഫയലുകൾ മാത്രമാണ് ഇതുവരെ തീർപ്പാക്കാൻ കഴിഞ്ഞത്. അതായത് സർക്കാർ വളരെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഫയൽ അദാലത്തിൽ ഒരു മാസം പിന്നിടുമ്പോൾ തീർപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് 30% ഫയലുകൾ മാത്രമാണ്. കൃത്യമായ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 12,31,651 ഫയലുകളായിരുന്നു തീർപ്പാക്കാൻ ഉണ്ടായിരുന്നത്. ഇതിൽ ഇതുവരെ തീർക്കാൻ കഴിഞ്ഞത് 3,66,760 ഫയലുകൾ മാത്രമാണ്. ബാക്കി ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. 9.5 ലക്ഷത്തോളം ഫയലുകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിലുമായി കെട്ടിക്കിടക്കുന്നത്. ഇത് എന്ന് തീർപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. 10 വകുപ്പുകളിൽ ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ വകുപ്പുകൾക്ക് നേരത്തെ തന്നെ അന്ത്യശാസനം നൽകിയിരുന്നു എത്രയും വേഗം ഫയലുകൾ തീർപ്പാക്കണമെന്ന്. എന്നാൽ ഈ വകുപ്പുകളിൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. തദ്ദേശ വകുപ്പിൽ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. നേരത്തെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പായ ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഒക്കെയായിരുന്നു. അതേ സാഹചര്യം തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 10 വകുപ്പുകളിൽ ഇപ്പോഴും ഫയൽ നീക്കം ഇഴഞ്ഞ് നീങ്ങുകയാണ്. അതിന് ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ വകുപ്പുകൾക്ക് അന്ത്യശാസനം സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ മാസം 31-നകം 60%, 100% ഏതായാലും പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 60% പൂർത്തിയാക്കണമെന്ന കർശനമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഫയൽ നീക്കം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ CPM-നുണ്ടായിരുന്നു. ഇത് CPM നേതൃയോഗങ്ങളിൽ ഉന്നയിക്കപ്പെട്ടതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു തിരക്കിട്ട് മുഖ്യമന്ത്രി തന്നെ ഫയൽ അദാലത്ത് നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോഴും അതിന് യാതൊരു വിലയും വകുപ്പുകൾ കൽപ്പിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം ഇതുവരെ തീർപ്പാക്കാൻ കഴിഞ്ഞത് 30% ഫയലുകൾ മാത്രമാണ്. ഇനി ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവിടെ വെച്ച് എത്ര ഫയലുകൾ തീർപ്പാക്കാൻ കഴിയും എന്നതും കണ്ടറിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 60% ഫയലെങ്കിലും തീർപ്പാക്കണമെന്ന് വകുപ്പുകൾക്ക് അന്ത്യശാസനം നൽകുമ്പോൾ അതിലേക്ക് പോലും എത്താനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഒരു പ്രശ്നമായി ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് പണം വേണം. ആ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും തുറന്ന് സമ്മതിക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഈ ഫയൽ അദാലത്ത് പാളുന്നു എന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന രേഖകളാണ് ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ശരി രാജു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വാർഷിക ബൈഠക്കിനോട് അനുബന്ധിച്ച് തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടക്കുകയാണ്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സംസാരിക്കുന്നു. കൈകടത്തലുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഹിന്ദുവിൻ്റെ ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൈകടത്തി ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാനും
ഉള്ള ഗൂഢതന്ത്രങ്ങൾ ഈ ചില സർക്കാർ സംവിധാനങ്ങളിൽ കൂടി ചില പാർട്ടി കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അത് തെറ്റായൊരു പ്രവണതയാണ്. അതിനും പരിഹാരമുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഖർവാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബജ്റംഗ് ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിൽ സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബജ്റംഗ് ദളിൻ്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഖർവാപ്പസി വ്യാപകമാക്കും. മതപരിവർത്തനവും ഖർവാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചകൾ നടക്കുന്നത്. ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗഭാക്കുകളായിരുന്നു. അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും വ്യക്തി തൻ്റെ സ്വധർമ്മത്തിലേക്ക്, തൻ്റെ സനാതനധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ വാർഷിക ബൈഠക്കിലെ പ്രധാന ആലോചനാ വിഷയവും തീരുമാനവും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ എപ്രകാരമാണോ ബജ്റംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും പ്രവർത്തിക്കുന്നത്, സനാതനധർമ്മ സംരക്ഷണത്തിന് എപ്രകാരമുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നുണ്ടോ അതേപോലുള്ള കാര്യങ്ങൾ നിയമപരമായ മാർഗത്തിൽ കൂടി കേരളത്തിലും വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും ദുർഗാവാഹിനിയും നടപ്പാക്കുക തന്നെ ചെയ്യും. ഖർവാപ്പസി അതുതന്നെയാണ്. മതപരിവർത്തനവും ഖർവാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമില്ല. മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഖർവാപ്പസി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരികയാണ്. മതപരിവർത്തനം എന്താ നടക്കുന്നത് ഭാരതത്തിൽ? അത് ഹിന്ദുവായിട്ടുള്ള ആൾക്കാരെ ക്രൈസ്തവരും മുസ്ലിമുകളും ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത്. ഒരു കാലത്ത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഈ മതത്തിൽ നിന്ന്, ഈ ധർമ്മത്തിൽ നിന്ന് പോയി അവർ തിരികെ വരികയാണ്. സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എപ്രകാരമാണോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന വാർഷിക ബൈഠക്കിനോട് അനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനമാണ് നമ്മൾ തത്സമയം കണ്ടത്. ഖർവാപ്പസി സംസ്ഥാനത്ത് വ്യാപകമാക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ VHP വിശ്വ ഹിന്ദു പരിഷത്ത് ഊർജിതമാക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപനം. സ്വധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ, സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചു. കോഴിക്കോട് തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിൽ സഹോദരിമാർ മരിച്ച നിലയിൽ, വാടക വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മൂലകണ്ടി സ്വദേശിനി 76 വയസ്സുള്ള ശ്രീജയ, 66 വയസ്സുള്ള സഹോദരി പുഷ്പ ലളിത എന്നിവരാണ് മരിച്ചത്. ചേവായൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഇവരുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സഹോദരന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവസാനമായി സഹോദരൻ പ്രമോദിനെ കണ്ടത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് ഉച്ചയ്ക്കാണെന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് സംഭവിച്ചത്? സഹോദരനായുള്ള തെരച്ചിൽ പോലീസ് എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ കഴിയുന്ന എന്തൊക്കെ? അനു, കോഴിക്കോട് തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിലാണ് ഈ രണ്ട് സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സുഹൃത്ത്, അതായത് ഈ സഹോദരൻ്റെ സുഹൃത്ത് ഈ മൃതദേഹം കണ്ടെത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഇവർ 3 പേരും, അതായത് മൂലക്കണ്ടി ശ്രീജയ, പുഷ്പ എന്നിവരാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതോടൊപ്പം സഹോദരൻ പ്രമോദും കൂടെയുണ്ടായിരുന്നു. ഈ പ്രമോദാണ് ഇത്തരത്തിൽ സുഹൃത്തിനെ വിളിച്ചു പറയുന്നത്, ഇങ്ങനെ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം വിളിച്ചു പറയുകയും പിന്നീട് ഈ പ്രമോദിനെ കാണാതാവുകയുമായിരുന്നു. അങ്ങനെ സുഹൃത്ത് വീട്ടിലേക്ക് വരികയും 5 മണിയോടുകൂടി ഗേറ്റ് തുറന്ന് അകത്ത് വന്ന് നോക്കുമ്പോൾ ഈ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ പ്രമോദിനെ വിളിച്ചിട്ട് ലഭ്യമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 12:30 ഈ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപം ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നത്. 3 വർഷമായി ഇവർ ഇവിടെ താമസിക്കുന്നു എന്നത് തന്നെയാണ് അയൽവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഡോഗ് സ്ക്വാഡ് ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായി ഈ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അനു, ശരി ദിസ്ന.
പോലീസ് കാവലിലെ പരസ്യ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ കേസെടുത്തു. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ 17-ാം തീയതി നടന്ന സംഭവത്തിൽ കേസെടുക്കാൻ പരാതിക്കാരില്ല എന്ന വാദമാണ് പോലീസ് ആദ്യം ഉയർത്തിയിരുന്നത്. വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് കേസ്. ന്യൂമാഹിയിലെ BJP പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്കായി കഴിഞ്ഞ മാസം 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. വിചാരണ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കൊടിസുനി അടക്കമുള്ള പ്രതികൾ മദ്യം കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് പോലീസിനെ കാവൽ നിർത്തി കൊടിസുനിയും സംഘവും മദ്യപിക്കുകയായിരുന്നു. സംഭവത്തിൽ ആരും പരാതി നൽകിയിട്ടില്ലെന്നും സ്വമേധയാ കേസെടുക്കാൻ തെളിവില്ലെന്നുമാണ് നേരത്തെ തലശ്ശേരി പോലീസ് പറഞ്ഞത്. കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു തലശ്ശേരി പോലീസിന്റെ വാദം. എന്നാൽ കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ DGP സംഭവം സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് വിലയിരുത്തിയിരുന്നു. കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമെതിരെ പോലീസ് അബ്കാരി ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിൽ കണ്ണൂരിലെ 3 സിവിൽ പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജനം, കണ്ണൂർ. സി സദാനന്ദൻ മാസ്റ്റർ MP-യെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് ആവർത്തിച്ച് CPM. എല്ലാവരും നിരപരാധികളെന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കോടതി വിധിയെ പോലും അവഹേളിച്ചുകൊണ്ട് കോടതിക്ക് ഇത് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമാണ് എന്നായിരുന്നു രാഗേഷിന്റെ വാദം. ഈ വിഷയത്തിൽ തിങ്കളാഴ്ച ജില്ലയിൽ വിശദീകരണ യോഗവുമായി മുന്നോട്ട് പോവുകയാണ് CPM. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖാക്കൾ നിരപരാധികൾ. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഉരുവച്ചാൽ മേഖല നോക്കി പോയിട്ട് അവിടെയുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കുക. അപ്പോൾ അവരും പറയും ഇവർ നിരപരാധികളാണ്. ഇപ്പം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞേഷ മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽ സൊസൈറ്റി ഉണ്ട്, അതിന്റെ പ്രസിഡന്റാണ്. ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ്, അധ്യാപകരാണ്, ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ്. CPM-കാരായ പ്രതികൾ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ കാലാകാലങ്ങളായി നേതാക്കൾ പറയുന്ന അതേ വാദവുമായാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തിയത്. സദാനന്ദൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴ്ക്കോടതിയും മേൽക്കോടതിയും എല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരാണ് നിരപരാധികളെന്ന് CPM ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നത്. മാത്രമല്ല, പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ശിക്ഷ കുറഞ്ഞുപോയെന്നാണ് ഹൈക്കോടതി പോലും വിലയിരുത്തിയത്. ഹൈക്കോടതി പിഴശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ക്രിമിനലുകളെ വെള്ളപൂശാനുള്ള CPM നേതാവിന്റെ ശ്രമം. ക്രിമിനലുകളെ വെളുപ്പിക്കാൻ തിങ്കളാഴ്ച മട്ടന്നൂർ ഉരുവച്ചാലിൽ വിശദീകരണ യോഗവും CPM നേതൃത്വം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനം, കണ്ണൂർ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മുൻപിൽ മുട്ടുമടക്കി സർക്കാർ. ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയില്ല. സൂപ്രണ്ടും പ്രിൻസിപ്പളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ഡോക്ടറിനെ കൊടുക്കാൻ ആയിരുന്നുവെന്ന് KGMCTA ആരോപിച്ചു. മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെന്നും തന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് എന്നും DME പറഞ്ഞു. അതേസമയം വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നും മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും ഡോക്ടർ ഹാരിസ് ചിറക്കലും പ്രതികരിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സർക്കാർ മുട്ടുമടക്കി. ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തമായ അന്വേഷണമോ കടുത്ത നടപടിയോ ഇല്ല. സൂപ്രണ്ടും പ്രിൻസിപ്പാളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ഡോക്ടറെ കൊടുക്കാനായിരുന്നുവെന്ന് KGMCTA കുറ്റപ്പെടുത്തി. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഇടപെടൽ മനോവീര്യം കെടുത്തുന്നതെന്നും സംഘടന. KGMCTA ഇന്നലെ അതിനെ തുടർന്നൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് ലോക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളുടെ തീരുമാനം ഇതാണ്, ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങൾ ഉണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. തന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിനെയും സൂപ്രണ്ടിനെയും ഫോണിൽ വിളിച്ചത് താനാണെന്നും DMA സമ്മതിക്കുന്നു. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എല്ലാവരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി താൻ പ്രതികരിക്കാനില്ല. സർക്കാരിനും സഹപ്രവർത്തകർക്കും സമ്മർദ്ദമുണ്ടാക്കി. സംഘടന ഇടപെട്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഹാരിസ് പ്രതികരിച്ചു. ഈ വിവാദങ്ങൾ നീട്ടി വലിച്ച് ഇത് കൂടുതൽ എന്നെ സമ്മർദ്ദത്തിലാക്കി. പിന്നെ എന്നെ മാത്രമല്ല, സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാക്കും. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം, പിന്നെ സർക്കാരിന് സമ്മർദ്ദം, പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ്. അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും. അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെങ്കിലും പോകുന്നതാണ് എനിക്ക് നല്ലത്. ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പ്രശ്നങ്ങളിലും ഡോക്ടറിനെതിരെയുള്ള നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംഘടന ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും. മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സംഘടനയുമായി ചേർന്നുകൊണ്ടായിരിക്കുമെന്നും നിലവിലെ തീരുമാനം. ജനം, തിരുവനന്തപുരം. സാങ്കേതിക സർവകലാശാലയിലെ ഇടത് അംഗങ്ങൾ നിസ്സഹകരണം തുടരുന്നതോടെ ഭരണപ്രതിസന്ധി രൂക്ഷം. സർവകലാശാല യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ വിട്ടുനിൽക്കുക കൂടി ചെയ്തതോടെ ജീവനക്കാർക്ക് ശമ്പളവും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും നൽകാൻ കഴിയാത്ത സ്ഥിതിയായി. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാവുന്നു. സഹകരണം സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റിക്കുന്ന നിലയിലേക്ക് എത്തി. സാമ്പത്തിക കാര്യത്തിൽ കൃത്യമായി ചിലവഴിക്കുവാനും കഴിയുന്നില്ല. ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ വിട്ടുനിൽക്കുക കൂടി ചെയ്തതോടെ ധനവിനിയോഗ ബിൽ പാസാക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ഫിനാൻസ് കമ്മിറ്റിയിൽ ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ അടക്കം 14 അംഗങ്ങളാണുള്ളത്. 5 പേരുണ്ടെങ്കിൽ കോറം തികയാം. എന്നാൽ യോഗത്തിൽ ഇടതംഗങ്ങൾ മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണ്. ഇടതംഗങ്ങൾ ഇടഞ്ഞതോടെ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഒരുപോലെ പ്രതിസന്ധിയിലായി. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ജീവനക്കാരുടെ ശമ്പള വിതരണവുമെല്ലാം മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലാണ്. സർവകലാശാലയിൽ ഗവർണറുടെ ഇടപെടൽ നടക്കുന്നു ആരോപിച്ചാണ് ഇടത് അംഗങ്ങളുടെ പ്രതികാര നടപടി. ഇതോടെ 1.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ 114 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകുന്നത് സാങ്കേതിക സർവകലാശാലയാണ്. ഈ വിദ്യാർത്ഥികളുടെ എല്ലാം ഭാവിയാണ് ഇടതംഗങ്ങളുടെ രാഷ്ട്രീയ പകപോക്കലിൽ തുലാസിലാകുന്നത്. ജനം, തിരുവനന്തപുരം. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അംഗങ്ങളുടെ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ മുന്നറിയിപ്പ് നൽകി. അമ്മയിലെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഈ മാസം 15-നാണ് തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവൻ, ശ്വേത മേനൻ എന്നിവരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവരുമാണ് മത്സരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ച ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 15-ന് അലാസ്കയിലായിരിക്കും കൂടിക്കാഴ്ച. സമൂഹമാധ്യമമായ ദ ട്രൂത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്നലെയാണ് വ്ളാഡിമിർ പുടിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്ന സമയപരിധി അവസാനിച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഓഗസ്റ്റ് 15-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. അമേരിക്കയിലെ അലാസ്കയിലായിരിക്കും കൂടിക്കാഴ്ച. യുക്രൈൻ വിഷയം തന്നെയായിരിക്കും ചർച്ചയാക്കുക എന്നും സൂചന ട്രംപ് നൽകുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് US. ഓഗസ്റ്റ് അവസാനത്തോടെ ഭാരതം സന്ദർശിക്കുന്ന കാര്യം ഇന്നലെ റഷ്യ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്ന സാഹചര്യത്തിലാണ് ഭാരതത്തിനെതിരെ അമേരിക്ക അധിക താരിഫ് ചുമത്തിയത്. ന്യൂസ് ഡെസ്ക്, ജനം. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.